അവളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് തന്നെ ഇടതയ്യാൽ അവൾ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് അടുപ്പിക്കുമ്പോൾ അവളുടെ മാറിലായി അവന്റെ മുഖം അമർന്നിരുന്നു. ഒന്നേ ഏങ്ങിക്കൊണ്ട് അവൾ പിടഞ്ഞു. ഉണ്ണിട്ട് വിട്ടേ, ആരെയും കാണും. അടങ്ങി നിൽക്കുന്നില്ല. നിനക്കല്ല പ്രൈവസി വേണമെന്ന് പറഞ്ഞ്. ഇതൊക്കെ ചെയ്യാനല്ലാതെ പിന്നെ എന്തിനാ പ്രൈവസി? ശ്വാസം കൂടിക്കലർന്ന അവന്റെ ശബ്ദത്തിൽ ശരീരം തളർന്നു പോകും പോലെ അവൾക്ക് തോന്നി. അവളുടെ കണ്ണുകളിൽ നിന്നും നോട്ടം താഴേക്ക് ചലിപ്പിച്ചുകൊണ്ട് തന്റെ മുഖത്തിന് നേരെ ചേർന്നിരിക്കുന്ന അവളുടെ മാറിടത്തിലേക്ക് നോക്കിയ ശേഷം ആ കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം വീണ്ടും താഴേക്ക് പോകുന്നവൾ കണ്ടു. പതിയെ അവളുടെ ധാവണി വകഞ്ഞു മാറ്റി വെളിവായ അവളുടെ വെളുത്തു തുടുത്ത വയറിലൊന്ന് തഴുകിയ നിമിഷം അവന്റെ കയ്യിൽ അവളുടെ കൈയൊന്ന് മുറുകി. തടസ്സം പിടിച്ചു വന്ന അവളുടെ കൈ തട്ടി മാറ്റി കണ്ണു കൂർപ്പിച്ചൊന്ന് നോക്കിയ ശേഷം അവളുടെ ഇടുപ്പിലായി അവനൊന്ന് അമർത്തി പിടിച്ചു. സെക്കൻഡ് തള്ളവിരൽ അവളുടെ നാഭിച്ചുഴിയിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു. മിനുസമുള്ള വെളുത്ത വയറിൽ ആഴമേറിയ പൊക്കിൾ ചുഴി കാണെ അവൻ കീഴ്ച്ചുണ്ട് നനച്ചുകൊണ്ട് എന്തിനോ വേണ്ടി അനുവാദം ചോദിക്കുമ്പോൾ ഒരു നോട്ടം കൊടുത്തു അവൾക്ക്. ഈ നോട്ടവും ഭാവവും അവൾക്കറിയാം. തന്നെ ചുംബിക്കാൻ തുടങ്ങും മുമ്പുള്ള തയ്യാറെടുപ്പാണെന്ന് മനസ്സിലാക്കിയ നിമിഷം അവൾ പിടപ്പോടെ ചുറ്റുമൊന്ന് നോക്കി. ആ നിമിഷം തന്നെ അവൻ കുനിഞ്ഞു വന്ന അവളുടെ ആഴമേറിയ നാഭിച്ചുഴിയിൽ ചുണ്ടുകൾ അമർത്തിയൊന്ന് മുത്തി വെച്ചുകൊണ്ട് മുഖം ഉയർത്തി നോക്കിയതും കണ്ടു. കണ്ണുകൾ മുറുക്കെ അടച്ചു പിടിച്ച് ചുണ്ടുകൂട്ടി പിടിച്ച് നിൽക്കുന്നവളെ ചെറുചിരിയോട് ഒരിക്കൽ കൂടി ആണിവയറിലേക്ക് നോക്കിയതും കണ്ടു. വയറുള്ളിലേക്ക് വലിച്ചു പിടിച്ച് വിറപ്പിക്കുകയാണവൾ. ആ പൊക്കിൾ ചുഴിയിലേക്ക് ആഴ്ന്നിറങ്ങി നാവിനാൽ മധുരം നുണയാനെന്ന പോൽ